ഒന്ന് കോപ്പുള്ളടത്ത് കേറിയിട്ട് ഇങ്ങ് വരാന്ന് വെച്ചിട്ട് ചെക്കനും പെണ്ണെല്ലാം കോപ്പും കഴിഞ്ഞ് പോയിട്ട് ബിരിയാണി വെക്കാൻ നേരത്തെ മാത്രം പോകുന്ന ചേപ്പറല്ലേ. ഇനി ഒന്ന് വേമ്പാ കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ പൊരയിൽ നിൽക്കുന്നുണ്ട്, എന്റെ പൊരയിലുണ്ട് ട്ടാ. ഓക്കെ, ഇതാണ് ചേച്ചി ഞങ്ങളുടെ പഴയ ഭാഷ. അതായത് ഞാൻ അവളോട് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ഇതുവരെ ഒരുങ്ങിയില്ലേ. അതായത് കോപ്പ് എന്ന് വെച്ചാൽ ഞങ്ങളുടെ വടകര ഭാഗത്ത് കല്യാണത്തിനാണ് കോപ്പ് എന്ന് പറയുന്നത്. ചിലതെക്കോട്ടെല്ലാം കോപ്പ് എന്ന് പറഞ്ഞാൽ കോപ്പ്. അപ്പൊ അവള് കോപ്പിന്റെ അടുത്ത് പോവാൻ കല്യാണത്തിന് വരണം. ചെക്കനും പെണ്ണും പുയ്യോട്ടിയും പുയ്യാപ്പിളെല്ലാം പോയി കഴിഞ്ഞിട്ട് ബിരിയാണി ബേക്കാൻ നേരത്ത് മാത്രം പോകുന്ന ചേപ്ര. അതായത് ചെക്കനും പെണ്ണൊക്കെ കല്യാണം കഴിഞ്ഞ് പോയിട്ട് നമ്മളാണ് നേരത്തെ മാത്രം പോയി കഴിഞ്ഞാൽ ചേപ്ര നാണക്കേടല്ലേ. ഓളോട് വേഗം കീഞ്ഞിട്ട് എന്റെ പുരക്ക്, അതായത് ഒരുങ്ങി റെഡി ആയിട്ട് എന്റെ വീട്ടിലിട്ട് വരാനാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായാ? പിന്നെ വൈകുന്നേരം വേഗം വന്നിട്ട് വേണം എനിക്ക് വൃത്തിക്കായിട്ട് ചോട്ട് പോയിട്ട് പയ്യനെ കെട്ടിട്ടുണ്ടെങ്കിൽ ആ കൊള്ളും കൊടുത്തുണ്ട് ആ പൈ കീഞ്ഞ് വാങ്ങി. പിന്നെ ഭാര്യക്കന്മാർ ചെക്കന്മാരുടെ നേരത്തെ കൂടെ ഓടൂലേ. അതായത് വൃത്തിക്കമാവെന്ന് വെച്ചാൽ കശുമാവ്. ആ കശുമാവിന്റെ തോട്ടത്തിൽ ഞാൻ എന്റെ പശുവിനെ കെട്ടിയിട്ടുണ്ട്. ഈ കോപ്പും കഴിഞ്ഞിട്ട് വേഗം വന്നു കഴിഞ്ഞാൽ എനക്ക് പശുവിനെ കെട്ടിയിട്ട് ആലയിലാക്കണം. അതേ സമയത്ത് ആ പശു കെട്ടുമുട്ടിയും പാഞ്ഞിട്ടുണ്ട് ബാല്യക്കന്മാർ ചെക്കന്മാർ പയ്യന്മാര് ഫുട്ബോളൊക്കെ കളിക്കുന്ന അതുങ്ങളെ ആ കൊള്ളും തുള്ളിയിട്ട്, അതായത് ഈ റോഡിന് ഏകരം മീൻസ് ഹൈറ്റ്, ചില വീട് തട്ടായിട്ടുണ്ടാവത്തില്ല. ആ കൊള്ളുമ്പോ ഈ മക്കള് ചെക്കന്മാർ നിരത്തുമ്മലൊക്കെ വീണ് കഴിഞ്ഞാല് ബാല്യക്കന്മാർ അടിയും പിടിയും ഞാൻ കൊള്ളണ്ടേ നാട്ടുകാരതും. അതായത് നാട്ടുകാർ എന്നെ പിടിച്ചിട്ട് കാച്ചു. അപ്പൊ ഞാൻ വേഗം വന്നിട്ട് കരിച്ചാകുന്നതിന് മുന്നേ വന്നിട്ട് വേണം എനക്ക് വൃത്തിക്കാരന്റെ തോട്ടത്തിൽ പോയിട്ട് എന്റെ പയ്യനെ എടുത്തിട്ട് എന്തായാലും കെട്ടാൻ. സന്ധ്യക്ക് മുന്നേ വന്നിട്ട് വേണം ആ പശുവിനെ അയച്ചിട്ട് എന്റെ വീടിന്റെ ആരയിൽ കൊണ്ടുവന്ന് കെട്ടാൻ എന്നാണ് ഞാൻ കരിച്ച സന്ധ്യാനേരം. നെർത്തുമ്മലി റോഡ്. ഓക്കെ,